ഹലോ ഹായ്, ഞാൻ ലത അറ്റ് ഇല വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഞങ്ങൾ വയനാട്ടിൽ പോയിരുന്നു, എൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ തോട്ടത്തിൽ കൂടിയൊക്കെ നടന്നപ്പം ഇങ്ങനെ ഈ ഞെരലട എന്ന് പറഞ്ഞ ഇലമങ്കെന്ന് പറഞ്ഞ മരത്തിൻ്റെ ഇല കണ്ടപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ വന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇത് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഞെരലടേൻ്റെ അട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആ അട ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ നമുക്ക് കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്ന് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ലതുമാണ്. കാരണം നാച്ചുറലായിട്ടുള്ള ഒരു ഇലയിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഇലയുടെ മണവും ആ ഉണ്ടാക്കുന്ന അടയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പം ഒരു ടേസ്റ്റ് തന്നെയാണ്, ഒരു വല്ലാത്തൊരു വൈബാണത്. നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. അങ്ങനെ അത് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന ആളോട് പറഞ്ഞു ഇല കൊണ്ടുതരാൻ പറഞ്ഞ അയാൾ ഇല വെട്ടിക്കൊണ്ടുവന്ന് നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കി അതിനൊക്കെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് 3 ഇല വെച്ച് അറ്റാച്ച് ചെയ്ത് അതിലാണ് ഈർക്കിലി വെച്ചിട്ടാണ് നമ്മളത് കുത്തിയിട്ടൊക്കെയാണ് ഇല കറക്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ അട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിക്കാത്തവർക്കൊക്കെ അത് ഇല കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഇലയ്ക്ക് തന്നെ നല്ലൊരു മണമാണ്, ബേ ലീഫിൻ്റെ പോലത്തെ ഒരു മണമാണ്, അതിനേക്കാളും നല്ലതാണ്. അപ്പോൾ അതുകൂടാണ്ട് അതിൻ്റെ ഇതിപ്പോൾ ഈ മരത്തിനെ പറ്റി പറയണം, അതിൻ്റെ മരത്തിൻ്റെ ഇലയും പൂവും അതിൻ്റെ തടി തോലൊക്കെ നല്ലതാണ്. അതൊക്കെ നമ്മൾ ഈ ഗരം മസാലയിൽ കൂട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത് കഴിക്കുക, അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കുക. അത്രേ പറയാനുള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.